ചേച്ചി കുഞ്ഞേച്ചി ശ്യാമേ ശ്യാമേ എന്താ നീ ഇതെവിടെ പോയതാ എന്താടി കുഞ്ഞേച്ചി ഞാൻ എടി എന്താ കാര്യം പറ രോഹിത്തില്ലേ നീ ഒറ്റയ്ക്കാ കുഞ്ഞേച്ചി ഞാൻ വലിയൊരു ട്രാപ്പിൽ പെട്ടു ട്രാപ്പോ എടി നീ എന്താ ഈ പറയുന്നേ എടി ക്ഷമ നോക്ക് എന്താ നീ ഇതെവിടെ പോയതാ കുഞ്ഞേച്ചി എന്താടി ഇത് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല കുഞ്ഞേച്ചി. പപ്പി എന്റെ മോളല്ലെന്ന് ആരെങ്കിലും അറിഞ്ഞ എനിക്കൊരു ജീവിതമില്ല. എന്നാലും നിനക്കിത് എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? ഇതിപ്പോ വലിയ ട്രാപ്പ് തന്നെയാ. 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ നിസ്സാരമല്ലല്ലോ. എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാ കുഞ്ഞേച്ചി. ഒരിക്കലും ആരും ഈ സത്യം അറിയാതിരുന്നാ മതി. എന്റെ മോളല്ലെന്ന കണ്ണോടെ ആരും പപ്പി നോക്കുന്നത് പോലെ ഞാൻ സഹിക്കില്ല. നിന്റെ മുന്നിൽ തന്നെയാ പപ്പി. ഞാനല്ലേ നിനക്ക് വിട്ടു തന്നത്. ഞാൻ നിഷേധിക്കാത്ത കാര്യം ഈ ലോകത്ത് മറ്റാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സത്യത്തിന്റെ ചുവട് പിടിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയവരാരായാലും അവരിനിയും നിന്നെ ദ്രോഹിക്കില്ലേ? അവർക്ക് പണം കൊടുത്തല്ലോ, അത് കൊടുത്തോണ്ട് ഉപദ്രവിക്കാൻ വരില്ലെന്നാ പറഞ്ഞേ. നീ ഏത് ലോകത്താ കുട്ടി? കള്ളനും കവർച്ചക്കാരും വാക്ക് പാലിക്കൂ. അവരിനിയും പണത്തിന് ആവശ്യം വരുമ്പോ നിന്നെ വിളിക്കും. ദുരയും ആർത്തിയും പിടിച്ച പിശാചിന്റെ ഭണ്ഡാരം നിറയ്ക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവർക്ക് പോയ ഭീഷണിയുടെ 2-3 വാചകങ്ങൾ, അതിന്റെ ചിലവല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു കുഞ്ഞേച്ചി? സത്യങ്ങളെല്ലാം എല്ലാരും അറിയട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? എന്നെ അറിയിക്കായിരുന്നില്ല നിനക്ക്? കുഞ്ഞേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് പണം നീ ഒളിപ്പിച്ച് വെച്ചെടുത്ത് നിന്ന് എടുത്തോണ്ട് പോകുന്നത് ആരാണെന്നെങ്കിലും അറിയായിരുന്നില്ലേ? ശത്രു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അവരെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന് തീരുമാനിക്കാൻ പറ്റുക. ഞാൻ ചെയ്തത് വലിയ അബദ്ധമായല്ലേ ഈശ്വര. സാരമില്ല മോളെ, ഒന്നും നിന്റെ തെറ്റല്ലല്ലോ. ദുഷ്ടരായ മനുഷ്യരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരിക്കുന്നു തിരിച്ചറിയാനുള്ള ലോകപരിചയം നിനക്കില്ലാതെ പോയി. കുഞ്ഞേച്ചിയോട് പറയായിരുന്നു, അതിനു പോലും തോന്നിയില്ല. സാരമില്ല, ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ഇനി ഞാൻ നിന്റെ കൂടെയുണ്ട്. കുഞ്ഞേച്ചി സാരമില്ല.
ദീപു സാറേ, ആ? ഇന്നത്തെ കച്ചവടത്തിന്റെ ലാഭക്കണക്ക് കൂട്ടുകാരിക്കോ അല്ലേ? മനക്കോട്ടെ കെട്ടിക്കോ സാറേ. പക്ഷെ പണയം തിരിച്ചെടുക്കാൻ ആ പെൺകൊച്ച് തിരിച്ചു വന്ന പണി പാളും. ഓ, അവളൊന്നും ഇനിയും. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. എന്താ വെക്കാനുള്ളത്? വെക്കാനല്ല, എടുക്കാനാ. എടുക്കാനോ? അതിന് നിങ്ങളിവിടെ ആഭരണങ്ങളൊന്നും പണയം വെച്ചിട്ടില്ലല്ലോ. ഞാനൊന്നും വെച്ചിട്ടില്ല. കുറച്ചു മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി കൊണ്ടുവച്ച ആഭരണത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ ആരാ നിങ്ങള്? ഞാൻ ആരോ ആയിക്കോട്ടെ, ആ സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാനാ ഞാനിപ്പോ വന്നത്. ആ കുട്ടിയുമായി നിങ്ങൾക്ക് എന്താ ബന്ധമെന്നറിയാതെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ആരോടും? ആരോടും? പോലീസിനോടും. മേഡം പോലീസാ? അതൊക്കെ ആവശ്യം വന്നാൽ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. മേഡത്തിന് എന്താ വേണ്ടത്? ഇപ്പൊ ഇവിടെ വന്ന ആ പെൺകുട്ടിയില്ലേ, ശ്യാമ, അവൾ ആഭരണം പണയം വെച്ചതിന്റെയും നിങ്ങൾ പണം കൊടുത്തതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ്. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ മേഡം? റെസിപ്റ്റ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മേഡം. റെസിപ്റ്റ്. എന്താ പേര്? സ്വപ്ന. നല്ല പേര്. താങ്ക്സ് മേഡം. ഇതാ. താങ്ക്സ്. ഇത് നമുക്കെന്തെങ്കിലും പുലിവാലാവുമോ സ്വപ്നെ? നമുക്കോ? സാറിന്. ഇതിവിടം കൊണ്ടൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല ദീപു സാറേ. ഒരു പാഴ്സൽ ഡെലിവറി ഉണ്ടായിരുന്നു. ആർക്കുള്ളതാ? സത്യാമ്മയ്ക്കുള്ളത് തന്നെ. എനിക്കോ? ആരാ അത് അയച്ചത്? ഇത് കളക്ടറേറ്റിൽ നിന്നാണ് മേഡം. കളക്ടറേറ്റിൽ നിന്നോ? അതാരാ? ഒരു ശ്യാമ. ശ്യാമ. അല്ല, ഇത് ഒരു സംശയം വേണ്ട, ഇത് സത്യാമ്മയ്ക്കുള്ളത് തന്നെയാ. അല്ല, പാഴ്സൽ സത്യാമ്മയ്ക്കുള്ളത് തന്നെയാ. പക്ഷെ അയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്ന ആരാന്ന് ഇയാൾ കണ്ടില്ലേടോ? ശ്യാമ. പേന ഇങ്ങനെ തന്നെ, ഞാൻ ഒപ്പിട്ട് തരാം. മോളെ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല സത്യമേ. സത്യമ്മ പാവമായോണ്ട് ഓരോരുത്തര് പറ്റിക്കാൻ നോക്കുന്നതാ. ഇത് ഞാൻ അയച്ച പാഴ്സലാ. വേറെ ആരോ അയച്ചതാണെന്നും പറഞ്ഞ് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുമോ നോക്കുക അയാള്. അല്ല മോളെ, നീ എങ്ങനെ കളക്ടറേറ്റില്? ഞാനേ അതുവഴി പോയപ്പോ സാരി എക്സിബിഷൻ കണ്ടു. അതിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി സത്യമ്മയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ. ദാ അതിപ്പോ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ദാ സാരി ഇതില്? ആ പിടിച്ചേ. ആ അയ്യോ, ഇഷ്ടായോ സത്യമ്മയ്ക്ക്? എന്റെ മനസ്സ് കണ്ട ഒരാള് വാങ്ങിച്ച പോലെയുണ്ട്. മനസ്സ് കണ്ട ആള് തന്നെയാ സത്യമ്മയെ വാങ്ങിച്ചത്. എന്റെ കുഞ്ഞേച്ചി, സത്യമ്മയുടെ മൂത്ത മരുമകൾ ശാലിനി. നല്ല ഭംഗിയുണ്ട്. കുഞ്ഞേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷന് ഈ സാരി തന്നെയാവും സത്യമ്മ കൊടുക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടാ.
ഞാനേ ഇത് രാഘവേട്ടനൊന്ന് കാണിക്കട്ടെ. ശരി. പപ്പി, ഇനി അന്ന് ഞാൻ വേർപ്പിക്കാം. ആ അത് വേണ്ട. ചെറിയ കുട്ടികള് ബലൂൺ വീർപ്പിക്കണ്ട. വേണമെങ്കിൽ ഇത് കൊണ്ടുപോയി കളിച്ചോ. പറ്റില്ല, എനിക്ക് വേർപ്പിക്കണം. മോളെ പൊന്നി പറയുന്ന കേക്ക്. കാഴ്ച ഭംഗിയുണ്ടെങ്കിലും കുട്ടികളെ തൊണ്ടേപ്പാലുണ്ടല്ലോ. ദാ മുഖം വീർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കി ഇത് വെച്ച് കളിക്കാമല്ലോ. ദാ മേടിക്ക് എന്റെ സുന്ദരിക്കുട്ടി. ആഹാ, ഗസ്റ്റുകൾ വന്നില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണേ. അതെ അതെ, ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കും ഫാമിലി മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞോ? അല്ല, ഒരു ചടങ്ങ് നടക്കുമ്പോ ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വേണമല്ലോ. ഇവിടെ ഇപ്പോ ആരെയും ക്ഷണിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഉള്ളവർ തന്നെ വേഷം കിട്ടിയാൽ മതി. അതിഥികളായും ആതിഥേയരായും. ഈ പിള്ളക്ക് ബുദ്ധിയിലെന്ന് ആരാ പറഞ്ഞത്? ഇതൊക്കെ എന്താ? കുറെ സമ്മാനപ്പൊടികളുണ്ടല്ലോ. എനിക്കാണോ? നിനക്കാണോടി കുറുമ്പി? ഇന്ന് സത്യമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഓ, അപ്പൊ ബർത്ത്ഡേ കുട്ടിക്കുള്ളതാ ഇതൊക്കെയല്ലേ? അങ്ങനെ തന്നെയാ. എന്റെ മോൾക്ക് ഇന്ന് ഒരു ഗിഫ്റ്റേ ഉള്ളൂ. ആഹാ, എന്താ അത്? ബർത്ത്ഡേ കേക്ക്. അത് വെറുതെ അച്ഛൻ പറ്റിക്കുവാ. ബർത്ത്ഡേ കുട്ടി സത്യാമ്മയല്ലേ? അപ്പൊ കേക്ക് സത്യാമ്മയ്ക്കുള്ളതാ. അത് നിനക്കൂടി തരാൻ വിളിച്ച് റെക്കമെൻഡ് ചെയ്യാം. പോരാ, നല്ല വലിയ അച്ഛൻ. അല്ല, അലങ്കാരങ്ങളൊക്കെ റെഡിയായല്ലോ. സത്യമ്മ ഇതുവരെ വന്നില്ലല്ലോ. ബർത്ത്ഡേക്ക് പ്രത്യേകമായിട്ട് എന്താ സാരി ഉടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ശ്യാമക്കുഞ്ഞ് വാങ്ങിക്കൊടുത്തതാണെന്നും പറഞ്ഞു. ആണോ? ഞാനല്ല കുഞ്ഞി, അത് കുഞ്ഞേച്ചി വാങ്ങിക്കൊടുത്തതാ. പക്ഷേ സത്യമ്മയ്ക്ക് അതറിയില്ലെന്ന് മാത്രം. സമയമുണ്ടല്ലോ, ഭാമ നന്നായിട്ട് ഒരുങ്ങി വരട്ടെ. ആ കാണുന്നില്ലല്ലോ സത്യാമ്മേ. ഇപ്പൊ വരും മോളെ. രാവിലെ മോൾ ഓരോരുത്തരും വിളിച്ച് ബർത്ത്ഡേ വിഷസ് പറയല്ലേ, അവരോട് താങ്ക്സ് ഒക്കെ പറയണ്ടേ? ആ, അത് വേണം. ആ സത്യമ്മയുടെ അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇതിലും ഗംഭീരമാക്കാം കേട്ടോ അച്ഛാ? ആ, എല്ലാം മോളെ ഇഷ്ടം പോലെ. എന്താ അതുപോലെ? ആ, മതി മതി. ആ, ദേ വരുന്നുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday Satyama. Happy birthday to you. Happy birthday to
ബർത്ത്ഡേ സത്യമ്മേ. ആഹാ. എന്താ സത്യമ്മേ താങ്ക്സ് പറയാത്തത്? ആഹാ, ഞാനിപ്പോ എന്തിനാ താങ്ക്സ് പറയേണ്ടത്? ഞങ്ങൾ വിഷ് ചെയ്യുന്നതിന്. പിന്നെതാ ഗിഫ്റ്റും ഉണ്ട്. ആഹാ, കൊള്ളാലോ. പക്ഷേ ഇതൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരും മേടിച്ചതാ. അവര് തന്നെ തരട്ടെ. പക്ഷെ എന്റെ കയ്യിലൊരു സമ്മാനമുണ്ട്. അതെന്താ? ഒന്ന് കുനിഞ്ഞേ. ഉം? കുനിഞ്ഞേ. കുനിയേ. ഇനി കണ്ണടക്കേ. അടച്ചു. ഇനി ഞാൻ പേര് വിളിക്കും. അവര് വന്ന് സമ്മാനം തരട്ടെ. ആയിക്കോ. ആദ്യം പള്ളിച്ചൻ. ആഹാ, അപ്പോ അച്ഛനെ നീ തഴഞ്ഞു അല്ലേ? അച്ഛൻ വെറും അച്ഛനല്ലേ? ദേ അത് വല്യച്ഛനാ. ചക്കര. ഹാപ്പി ബർത്ത്ഡേ അമ്മ. സത്യമ്മ ഇപ്പോഴും താങ്ക്സ് പറഞ്ഞില്ല. അമ്മമാര് മക്കളോട് താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. മക്കൾക്ക് എപ്പോഴും അമ്മമാരോടായിരിക്കണം നന്ദി വേണ്ടത്. ഒരായുസിന്റെ കടമുണ്ട് മക്കൾക്ക്. അല്ലേ വിഷ്ണു? എന്താടാ ഉത്തരവില്ലേ? മക്കൾക്ക് അമ്മമാരോടാ ഏറ്റവും വലിയ കടപ്പാട്. അത് കഴിഞ്ഞേ ഉള്ളൂ ഭാര്യയോട്. എന്താടാ അങ്ങനെയല്ലേ? മറുപടി പറയടാ, കുഞ്ഞു മനസ്സിലാക്കട്ടെ. എന്റെ ജീവിതം മാറ്റിവെച്ച് ഞാനത് തെളിയിച്ചല്ലേ. ഇനിയൊരു പറച്ചിലിനൂടെ ആവശ്യമുണ്ടോ? എന്തിനാ ഭാമേ നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ? അതെ 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 മോളെ, ഇനി എന്റെ പേര് വിളിച്ചേ. എന്നാ എന്നെ വിളിക്കണേ. ശരി ശരി. അടുത്തതായി അച്ഛൻ ആൻഡ് അമ്മ. ഞാനും കുടിക്കോടാ. കുടിക്കോ. കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ സത്യമ്മേ. എന്റെ സുന്ദരിങ്ങ് വന്നേ.